ഹലോ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്താണ്. അനീഷ്, ബിഗ് ബോസിൻ്റെ റണ്ണറപ്പായ അനീഷ് ഉദ്ഘാടനം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അടുത്താണ്. അനുവിൻ്റെ ഉദ്ഘാടനമൊന്നും അവിടേക്ക് അടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഈ അനീഷിൻ്റെ അവിടെ എത്തിയതൊരു 20ഓളം പേര് മാത്രമാണ്. അത്രയും ആളുകൾ കുറവ്. എന്തുകൊണ്ടാണ് അനീഷിന് സ്വീകാര്യത കിട്ടാത്തതെന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം കോമണറായി അത്രയും ജനശ്രദ്ധ ഏറ്റുപിടിച്ച അനീഷിന് ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ ബിഗ് ബോസിന് ശേഷം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നത് ഫീൽഡ് ഔട്ടായി പോയൊരു താരമാണ് അനീഷ് എന്നാണ്. കാരണം മീഡിയാസിനോ അല്ലെങ്കിൽ വേറെ ഇൻ്റർവ്യൂസോ ഒന്നും കൊടുക്കാതെ ആളൊരു വേറിട്ടൊരു മനുഷ്യനായിട്ടാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ ഫീൽഡ് ഔട്ടായി പോയി എന്ന് പറയുന്നതിൽ സത്യം ഉണ്ടെന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. കാരണം അനുവിന് കിട്ടുന്നൊരു സ്വീകാര്യത, അനുവിൻ്റെ പരിപാടിക്ക് കടക്കാൻ പറ്റാത്ത, അതിൻ്റെ ആ ഭാഗത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പം അനു ഫസ്റ്റ് കിട്ടിയിട്ട് നെഗറ്റീവായി കിട്ടിയെങ്കിലും ബിഗ് ബോസിന് ശേഷം അനുവിന് കിട്ടുന്ന സ്വീകാര്യത ഓരോ ഉദ്ഘാടന വേദിയിലും കാണാൻ പറ്റും. കാരണം അത്രയും എനർജറ്റിക്കാണ്, അത്രയും ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്നൊരു താരം കൂടിയാണ് അനു ഊട്ടിയുറപ്പിക്കുകയാണ് ഓരോ ഉദ്ഘാടന വേളയിലും. പക്ഷേ അനീഷിന് അത് എന്തുകൊണ്ടോ പറ്റുന്നില്ല. അനീഷ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഒരു വേദിയാണ് ഒരു 10-20 പേരടങ്ങുന്നൊരു സദസ്സിൽ ഒതുങ്ങിപ്പോയത്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഇനി അടുത്ത വേദിയിൽ ഇതിലും മികച്ചതായിട്ട് വരാം. പക്ഷേ ആദ്യത്തെ ഉദ്ഘാടനം സത്യത്തിൽ ചൂറ്റിപ്പോയി. ഐശ്വര്യപൂർണ്ണമായൊരു തുടക്കം തന്നെ ആവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് മെമ്പേഴ്സ് ഒരുപോലെ തന്നെ ചേർന്ന് ഈ ദീപം തെളിയിക്കുകയാണ്. Yes, Lamb represents the divine light. നമ്മുടെ ഐശ്വര്യപൂർണ്ണമായ തുടക്കം ഇവിടെ കുറിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് തന്നെ നമ്മൾ ഏറെ ആകാംക്ഷപൂർവ്വം ഇവിടെ എത്തിച്ചേരാനായിട്ട്